പിന്നെ മണവാട്ടിയായിട്ട് ഇത് ഷോള് തേക്കണ്ടായിരുന്നു. തെറ്റായി അച്ഛൻ കുളിച്ചില്ല. കുളിച്ച് രാവിലെ ഫേസ് വൃത്തിയായിട്ടിരിക്കുമല്ലേ? ഓർക്കാപ്പുറത്തിരിക്കുമ്പോൾ ഒരു അടി കിട്ടാന്ന് പറയില്ലേ, അതേ ഒരു അവസ്ഥയായിരുന്നു ഈ എൻഗേജ്മെന്റ് ദിവസം നടന്ന പണിമുടക്കെന്ന് പറയുന്നത്. ഇപ്പൊ സമയം ഏകദേശം 6:30, 6:45 ഞങ്ങൾ എരമല്ലൂരിൽ നിന്ന് നേരെ വീട്ടിലേക്കാണ് പോയത്. വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഉണ്ണിച്ചേട്ടൻ ഫോട്ടോഷൂട്ടിനായിട്ട് നേരെ ബീച്ചിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് നേരെ ഉണ്ണിച്ചേട്ടൻ്റെ അടുത്തേക്ക് പോവാണ്. വീട്ടിൽ നിന്ന് ഹീൽസ് വിട്ടിറങ്ങിയപ്പോഴേ അച്ഛൻ പറഞ്ഞു ചെരുപ്പ് മാറ്റുന്നതാണ് ബുദ്ധി എന്നുള്ളത്. അത് കേട്ടത് എന്തായാലും നന്നായി എന്ന് തോന്നുന്നു. ഉണ്ണിച്ചേട്ടൻ അവിടെ തകർത്ത് നല്ല അഭിനയിച്ച് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്ന ആള് നമ്മുടെ അഖിലേഷ് ഏട്ടൻ. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ബീച്ച് ഉള്ളത് കൊണ്ട് എൻ്റെ കല്യാണത്തിനും നമ്മൾ മോർണിംഗ് ഇവിടെ വന്നിട്ടാണ് ഫോട്ടോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് തന്ന ബ്രൈഡൽ ഷവറും ഇവിടെ ബീച്ച് വെച്ചിട്ട് തന്നെയായിരുന്നു. കഴിഞ്ഞു പോയ കാലം കടലിനക്കരെ എന്നുള്ളതാണല്ലോ. ഇന്നെന്തായാലും ഉണ്ണിച്ചേട്ടൻ്റെ ദിവസമാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് വരാം. നമ്മുടെ എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ നടക്കുന്നത് ആലപ്പുഴ റോയൽ പാർക്കിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഫംഗ്ഷൻ്റെ സമയം എന്ന് പറയുന്നത് 10:30, 10:50 ഇടയ്ക്കാണ്. നമ്മളിവിടുന്ന് ഇറങ്ങാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന സമയം ഏകദേശം 8:45-നും 9 മണിക്കും ഇടയിലായിട്ടാണ്. എന്നെയും ഏട്ടനെയും കൂടാണ്ട് ഉണ്ണിച്ചേട്ടൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ് ആനന്ദേട്ടൻ. ആനന്ദേട്ടൻ ഉണ്ണിച്ചേട്ടൻ്റെ കൂടെ നിലമ്പൂർ ഫോറസ്റ്റിൽ വർക്ക് ചെയ്യുന്നതാണ്. ചേട്ടനും ഉണ്ടായിരുന്നു. ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു. ഉണ്ണിച്ചേട്ടനെ നമുക്ക് ചെറുതായിട്ടൊന്ന് മൂടി പിടിപ്പിക്കാം. എന്നിട്ട് നമുക്ക് വേഗം തന്നെ വീട്ടിൽ നിന്നുള്ള ജസ്റ്റ് ഫാമിലി ഫോട്ടോസ് എടുത്തിട്ട് നമ്മൾ വേഗം ഇറങ്ങാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഒരു ഫൈനൽ ടച്ചപ്പിന് വേണ്ടിയിട്ട് വീട്ടിലിരുന്ന പൗഡർ ടിന്നിൽ നിന്ന് കുറച്ച് പൗഡർ ഞാൻ എടുത്തിട്ട് ഉണ്ണിച്ചേട്ടൻ്റെ മുഖത്ത് തൂത്തു കൊടുത്തിരുന്നു. കയ്യിൽ മിച്ചം വന്നത് പിന്നെ അത് കളയാനുള്ളൊരു മടി കാരണം ലേശം ഏട്ടൻ്റെ മുഖത്തും പിന്നെയും ബാക്കി വന്നത് എൻ്റെ മുഖത്തും ഞാനൊന്ന് ചെറുതായിട്ട് ടച്ച് ചെയ്ത് കൊടുത്തു. ഒരു ടാൽക്കം പൗഡറിന് എത്ര കാലം എക്സ്പയറി ഡേറ്റ് ഉണ്ടെന്ന് എനിക്കറിയില്ല. ആ പൗഡറിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണോ എന്നൊരു സംശയമില്ലാതെ ഇല്ല. എന്താണേലും പുട്ടീസ് പുട്ട്, നൗ പുട്ട്, എഗെയിൻ പുട്ട്, ഡോൺ പുട്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. നിങ്ങൾ എൻ്റെ ഷോപ്പിംഗ് ബ്ലോഗ് കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൽ ഞാൻ എടുത്ത ഷോളിൻ്റെ കളറും ഇപ്പം ഞാൻ ധരിച്ചിരിക്കുന്നതും തമ്മിൽ ഒരു ബന്ധമില്ല എന്നുള്ളതറിയാം. അത് മറ്റൊന്നും കൊണ്ടല്ല, ഡ്രസ്സ് തയ്ച്ച് വന്നപ്പോഴത്തേക്കും ആ ഷോളും എൻ്റെ ഡ്രസ്സുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വീണ്ടും ഒരു ദിവസം പോയിട്ട് ഈ ഷോളിൻ്റെ തുണി മുറിച്ച് വാങ്ങിക്കുകയായിരുന്നു. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ എടുത്ത സാരി ഏതാണെന്ന് ഗെസ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ അമ്മ എടുത്ത സാരി ഇതായിരുന്നു. നിങ്ങളുടെ ആരുടെയെങ്കിലും ഒക്കെ ഗെസ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നോ? ഈ വീഡിയോയിൽ ഇടത്ത് സൈഡിൽ നിൽക്കുന്നത് തത്തക്കുഞ്ഞമ്മ, അതായത് എൻ്റെ അമ്മയുടെ സ്വന്തം അനിയത്തിയാണ്. പിന്നെ അത് തത്തക്കുഞ്ഞമ്മയുടെ മോള് പാറു. ഈ വെള്ളമുണ്ടിട്ട് കൂടെ നിൽക്കുന്നത് എൻ്റെ തഗ് ഗ്രാൻഡ് ഫാദറാണ്, അതായത് എൻ്റെ അമ്മയുടെ അച്ഛനാണ്. എഫേർട്ട്ലെസ് ആയിട്ട് തഗ് അടിക്കാൻ മൂപ്പരാൾക്കൊരു പ്രത്യേക മികവ് തന്നെയുണ്ട്. അങ്ങനെ 8:45 കഴിഞ്ഞപ്പോൾ കാറിൽ ഞാനും അമ്മയും ഏട്ടനും ഉണ്ണിച്ചേട്ടനും കൂടെ ഇറങ്ങുകയാണ്. അച്ഛൻ ബാക്കിയുള്ളവരുടെ കൂടെ ബസ്സിലാണ് വരുന്നത്. പിന്നെ നമ്മുടെ തൊട്ട് പുറകെ ഫോളോ ചെയ്തിട്ട് നമ്മുടെ അഖിലേഷ് ഏട്ടനും ആനന്ദേട്ടനും ആ വണ്ടിയിൽ വരുന്നുണ്ട്. ഓർക്കാപ്പുറത്ത് വന്ന പണിമുടക്കായതുകൊണ്ട് തന്നെ ഏട്ടൻ്റെ അവിടെ നിന്ന് അമ്മാവന്മാർക്കൊന്നും എത്താൻ പറ്റിയിട്ടില്ല. ചേട്ടനും ഏട്ടത്തെയും പിള്ളേരും പാസഞ്ചർ ട്രെയിനിൽ ആലപ്പുഴ വന്ന് കുറച്ച് നേരത്തിനുള്ളിൽ ഇറങ്ങും. അമ്മയുടെ ബാക്കി റിലേറ്റീവ്സ് ഒക്കെ അവിടെ നിന്ന് കാറിലും ട്രാവലറിലും ഒക്കെ ആയിട്ട് എത്തിക്കോളെന്നാണ് അറിയിച്ചേക്കുന്നത്. പിന്നെ വണ്ടി ഓടിക്കുന്നത് ദീപക്കാണ്. ദീപക് എന്ന് പറയുന്നത് അമ്മ വർക്ക് ചെയ്യുന്ന ലൈറ്റ് ഹൗസിലെ ALK ആണ്. ALK എന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് ലൈറ്റ് ഹൗസ് കീപ്പർ എന്നാണ്. ഉണ്ണിച്ചേട്ടനേക്കാളും എന്നെക്കാളും ഇളയതായതുകൊണ്ടാവണം ദീപകിനെ കുറിച്ച് പറയുമ്പോൾ അമ്മയ്ക്ക് എപ്പോഴും ഒരു മകൻ്റെ വാത്സല്യമാണ്. പണിമുടക്കായതുകൊണ്ട് തന്നെ റോഡിൽ വലിയ മെനക്കേടൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഇങ്ങ് ഓടിച്ചെത്താൻ പറ്റിയിരുന്നു. നമ്മളൊരു 9:37 ആയപ്പോഴത്തേക്കും റോയൽ പാർക്കിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായി. ഞങ്ങൾ അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ ശ്രീയും ഫാമിലിയും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഡ്രസ്സിനെ കുറിച്ചും മേക്കപ്പിനെ കുറിച്ചും ഓർണമെൻറ്റ്സിനെ കുറിച്ചും ഒക്കെ ഞങ്ങൾ മുന്നേ തന്നെ വാട്സപ്പിലൂടെയും വിളിച്ചും പറഞ്ഞും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും മൊത്തത്തിൽ ആളെ ഇങ്ങനെ ഇട്ട് കാണുമ്പോൾ നല്ല സുന്ദരിയായിട്ടുണ്ടായിരുന്നു. ഓർക്കാപ്പുറത്ത് കിട്ടിയ പണിമുടക്കായതുകൊണ്ട് ബന്ധുക്കളൊക്കെ എങ്ങനെ ഈ ഫംഗ്ഷൻ കൂടാൻ എത്തും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് വിചാരിച്ച പോലെയുള്ള വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ ഫംഗ്ഷന് വേണ്ടി എത്താൻ പറ്റിയിരുന്നു. ഓഡിറ്റോറിയത്തിന് പുറത്ത് തടിച്ചുകൂടി നിന്ന ആൾക്കാരെ വേഗം തന്നെ ഹാളിന്റെ ഉള്ളിലേക്ക് കയറ്റിയിരുന്നു. കാരണം ഇനി സമരക്കാർ വന്ന് ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ട്.
ഇതൊക്കെ എൻ്റെ അമ്മയുടെ ക്ലോസ് ഫ്രണ്ട്സ് ആണ് കേട്ടോ. പിന്നെ അതേ അമ്മുമ്മയും അമ്മയുടെ മാമിയും അവിടെ നിപ്പുണ്ട്. പിന്നെ ഏട്ടൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്നത് വാവയങ്കളാണ്. ഇടയിലൊരു ജാമ്യം കൂടെ എടുത്തോട്ടെ. ഈ വ്ലോഗിൽ കാണിക്കുന്ന എല്ലാ ആൾക്കാരുടെയും പേര് ഒരുപക്ഷെ എനിക്ക് മെൻഷൻ ചെയ്യാൻ സാധിക്കില്ല. അത് നിങ്ങളോടുള്ള പിണക്കം കൊണ്ടല്ല. അതൊരു വ്ലോഗ് എടുക്കുമ്പോൾ ഉള്ള ലിമിറ്റേഷൻ ആണ്. പിന്നെ ഒരു എൻഗേജ്മെന്റ് ഒരു ചെറിയ ഫംഗ്ഷൻ ആകുമ്പോൾ അതിൽ വന്നിട്ടുള്ള ആൾക്കാരെല്ലാം തന്നെ നമ്മുടെ ക്ലോസ് ആൾക്കാരാണ്. അച്ഛനും ബാക്കി ആൾക്കാരും ദാ ബസ്സിൽ വന്നെത്തിയിട്ടുണ്ട്. ഇനി ബസ് അപ്പുറത്തേക്ക് മാറ്റി പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഉള്ളിലേക്ക് കയറാം. ഞാൻ മുന്നേ ചില വ്ലോഗിലൊക്കെ പറഞ്ഞതുപോലെ ലൈഫിലെ ഈ കുഞ്ഞു കുഞ്ഞു മൊമെന്റ്സ് ഒക്കെ ക്യാപ്ചർ ചെയ്ത് വെക്കുന്നത് എൻ്റെ ഒരു സന്തോഷമാണ്. അപ്പോൾ എൻഗേജ്മെന്റിന്റെ ഷോപ്പിംഗ് വ്ലോഗ് കണ്ടിട്ട് കുറേ ആൾക്കാർ എന്നോട് നല്ലതാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ എനിക്കൊരു സന്തോഷവും തോന്നിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ എൻഗേജ്മെന്റ് ഡേയുടെ വ്ലോഗ് ചെയ്യാൻ അതെനിക്കൊരു പ്രചോദനവുമായിരുന്നു. സോ പറഞ്ഞു വന്നത്, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കീപ് സപ്പോർട്ടിങ്. പിന്നെ ഞാൻ ഇന്ന് ഇട്ടിരുന്ന ഡ്രസ്സിനെ പറ്റിയിട്ട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എവിടുന്നാ എടുത്തേ, എങ്ങനെയാ തയ്പ്പിച്ചേ, ആരാ ഡിസൈൻ ചെയ്തേ, എത്ര കോസ്റ്റായി എന്നൊക്കെ ഉള്ളത്. അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. 10:30നും 10:50നും ഇടയ്ക്കാണ് നമ്മുടെ എൻഗേജ്മെന്റ് മുഹൂർത്തം എടുത്തിരിക്കുന്നത്. സോ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും അതിന് മുന്നേ തന്നെ ഹാളിൽ എത്തിയിട്ടുണ്ട്. ഇനി ഈ വ്ലോഗിൽ എനിക്കൊരു ഗ്യാപ്പ് കിട്ടിയെന്ന് വരില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഞാൻ ഇന്ന് ഇട്ടിരുന്ന ലിപ്സ്റ്റിക്ക് മാസിൻ്റെ ബീഗം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ആൻഡ് എനിക്ക് ഇത്രയും ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഒരു ലിപ്സ്റ്റിക്കും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഈവൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വരെ അതെൻ്റെ ചുണ്ടുമ്മേ തന്നെ ഉണ്ടായിരുന്നു. ഏകദേശം രാത്രി വരെ എൻ്റെ ആ ലിപ്സ്റ്റിക്ക് ലാസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് സത്യം. സന്ദർഭോചിതമായിട്ട് സംസാരിക്കാത്തത് പോലെ തോന്നിയെങ്കിൽ ക്ഷമിക്കുക. ഒരു ഉപകാരമായിക്കോട്ടെ എന്ന് കരുതി. അപ്പോൾ ഞാൻ ഇനി വളവളാന്ന് സംസാരിക്കുന്നില്ല. നമുക്ക് എന്തായാലും ചടങ്ങ് തുടങ്ങാം. നിശ്ചയമാണ്. ഇന്ന് ജൂലൈ 9, 2025 രാവിലെ 10:30 ശേഷം ഇരു വീട്ടുകാരുടെയും കുടുംബാംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ ദീപം സാക്ഷിയായി നടത്തുന്നതാണ്. എല്ലാവരുടെ അനുവാദത്തോടുകൂടി ഞങ്ങൾ ജാതകം കൈമാറുകയാണ്. സോ ജാതകമാറ്റാണ് നടന്നത്. അത് ശ്രീയുടെ അമ്മാവനും അച്ഛനും തമ്മിലാണ് കൈമാറിയിട്ടുണ്ടായിരുന്നത്. അതായത് എൻ്റെ അച്ഛനും ശ്രീയുടെ അമ്മാവനും ആണ് ജാതകം കൈമാറുന്നത്. ഇനിയാണ് ഇവരെ സ്റ്റേജിൽ കയറ്റുന്നതും. അതിനുശേഷം ഉണ്ണിച്ചേട്ടനെ ശ്രീയുടെ മോതിരമാറ്റാണ്. ഇതല്ല, ഇത് ഡ്യൂപ്ലിക്കേറ്റ് മോതിരമാറ്റം. ശരിക്കുള്ള മോതിരമാറ്റം ഇതാണ്. ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ആക്ച്വൽ മോതിരമാറ്റം കഴിഞ്ഞിട്ട് മോതിരം ഇടുന്നത് പോലെ ആക്ഷൻ കാണിക്കുന്നതിനെയാണ് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് ഉദ്ദേശിച്ചത് കേട്ടോ. മോതിരമാറ്റം കഴിഞ്ഞാൽ പിന്നെ വളയിടൽ ചടങ്ങ്. ഇത് കഴിഞ്ഞിട്ട് ഗിഫ്റ്റ് ഹാമ്പർ കൊടുക്കുന്നതും ഡ്രസ്സ് ഗിഫ്റ്റ് ചെയ്ത് കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അതിൻ്റെ ഫോട്ടോസ് ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. കാരണം അതിൽ ഞാൻ സ്റ്റേജിൽ കയറിയത് കൊണ്ട് എൻ്റെ ഫോണും എടുത്ത് ആരും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് ഫോട്ടോസായിട്ട് ആഡ് ചെയ്യാം. ഈ ഗിഫ്റ്റ് ഹാമ്പർ ചെയ്യിപ്പിക്കാൻ ഞാൻ കുറേ ഇൻസ്റ്റഗ്രാം സ്റ്റോർ തപ്പിയെങ്കിലും ഞാൻ ഒടുവിൽ എറണാകുളത്തൊരു ഷോപ്പിൽ പോയിട്ട് ഡയറക്റ്റ് വാങ്ങുമായിരുന്നു കേട്ടോ. ഗിഫ്റ്റ് ഹാമ്പറിൻ്റെ പിന്നാലെ നടന്ന ക്ഷീണമൊക്കെ തീർന്നത് അത് കിട്ടിയപ്പോൾ ഉള്ള ശ്രീയുടെ സന്തോഷം കണ്ടപ്പോഴാണ്. മാമന് ലീവ് കിട്ടാത്തത് കൊണ്ട് തന്നെ ഈ ഫ്രെയിമിൽ മാമനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഹോപ്പ്ഫുള്ളി കല്യാണത്തിന് ഈ ഫ്രെയിം നമുക്ക് കംപ്ലീറ്റ് ആക്കാം. ആൻഡ് ഇത് ശ്രീയുടെ സ്വന്തം അനിയനാണ് കൃഷ്ണകുമാർ. എൻഗേജ്മെന്റിന് അന്നത്തെ ദിവസം എന്നെ ഉണ്ണിച്ചേട്ടനെയും ഒരുമിച്ച് കണ്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു, നിങ്ങൾ ചേട്ടനും അനിയത്തിയും ഒരേ കളർ മാച്ച് ആൻഡ് മാച്ച് ഇടുകയാണോ ചെയ്തതെന്നൊക്കെ. ഒട്ടും ഇൻറ്റൻഷണൽ അല്ലാതെ സംഭവിച്ചു പോയൊരു കാര്യമാണ്. കാരണം എൻ്റെ ഷോപ്പിംഗ് വ്ലോഗ് കണ്ടിട്ടുള്ളവർക്കറിയാം, ഒരു പിങ്ക് കോൺട്രാസ്റ്റ് ഷോളായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് എല്ലാവരും സെയിം കളറിൽ ഇരിക്കുന്നത് ഒരു ബോറ് പരിപാടിയാകും എന്ന് ചിന്തിച്ചിട്ട് എല്ലാവരും ഡിഫറെൻറ്റ് കളർ ചൂസ് ചെയ്യണം എന്നായിരുന്നു ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് എങ്ങനെയൊക്കെയോ കറങ്ങിത്തിരിഞ്ഞ് ഞാനും ഉണ്ണിച്ചേട്ടനും സെയിം കളറിലേക്ക് എത്തുകയായിരുന്നു. ആദ്യമേ ബ്രൈഡും ഗ്രൂമും സെയിം കളർ ഇട്ടാലോ എന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു. പക്ഷെ രണ്ടുപേരും ഓഫ് വൈറ്റ് ആകുമ്പോൾ
ഡള്ളായി പോകുമോ എന്നുള്ള ശ്രീയുടെ സജഷനിൽ നിന്നാണ് ശ്രീക്ക് ബോട്ടിൽ ഗ്രീനും ഉണ്ണിച്ചേട്ടന് ഈ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലേക്കും എത്തിയത്. ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോഴേ നമ്മൾ മനസ്സിൽ വിചാരിച്ചൊരു കാര്യമായിരുന്നു ആരും ബ്രൈഡിനെയോ ഗ്രൂമിനെയോ ഓവർ ഷാഡോ ചെയ്യുന്ന പോലെ ഡ്രസ്സ് എടുക്കാതിരിക്കുക എന്നുള്ളത്. ബിക്കോസ് അന്നത്തെ ദിവസത്തിൻ്റെ ഹൈലൈറ്റ് എപ്പോഴും ചെക്കനും പെണ്ണും തന്നെ ആയിരിക്കണം. അതങ്ങനെ തന്നെ ആയിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഒരു വ്ളോഗിൽ കുറേയും കൂടെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനെയും ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് എല്ലാവരെയും കുറിച്ച് പറയണമെന്നൊക്കെ എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ ഒരു തിരക്കിലും ഓട്ടത്തിലും കാര്യങ്ങൾ എടുക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ഒരു പോസിറ്റീവ് ക്വാളിറ്റി ആണോ അത് നെഗറ്റീവ് ക്വാളിറ്റി ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ അത്ര ഒരു പെർഫെക്ഷനിസ്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ എല്ലാ മൊമെൻറ്റ്സും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ക്യാപ്ചർ ചെയ്തില്ലെങ്കിലും ഇംപെർഫെക്റ്റ് വേയിലായാലും ഞാനത് ക്യാപ്ചർ ചെയ്യും, എഡിറ്റ് ചെയ്യും, ഞാൻ യൂട്യൂബിലിടും. എൻ്റെ ഒരു പോളിസി അതാണ്. ബിക്കോസ് ഒരു പെർഫെക്റ്റ് മൊമെൻറ്റിന് വേണ്ടി കാത്തിരുന്ന ഒന്നും എൻ്റെ ലൈഫിൽ നല്ല രീതിയിൽ നടന്നിട്ടില്ല. അതൊരു ഫ്ലോയിൽ അങ്ങ് നടന്നു പോകുക എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിപ്പോൾ യൂട്യൂബിലൊരു വ്ളോഗ് ഇടുന്ന കാര്യത്തിലാണെങ്കിലും എൻ്റെ ലൈഫിലെ പല കാര്യത്തിലാണെങ്കിലും. ആൻഡ് ആക്ച്വലി അതെനിക്ക് ദോഷമൊന്നും ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. മോസ്റ്റ്ലി എനിക്കതൊരു ഗുണം ചെയ്തതുപോലെയാണ് തോന്നിയിട്ടുള്ളത്. സോ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒരു പെർഫെക്റ്റ് മൊമെൻറ്റിന് വേണ്ടി നിങ്ങൾ ലൈഫിൽ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വിട്ടേക്കൂ. നിങ്ങളെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. കാരണം എപ്പോഴും ഒന്നും ചെയ്യാത്തതിനേക്കാളും ബെറ്ററാണ് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുന്നത്. എൻ്റെ കല്യാണം കഴിഞ്ഞതിൽ ഒരു പ്ലസ് എന്താന്ന് പറയുന്നത് എനിക്കൊരു പേഴ്സണൽ ഫോട്ടോഗ്രാഫറിനെ കൂടെ കൊണ്ടു നടക്കാൻ കിട്ടി എന്നുള്ളതാണ്. എൻ്റെ ചാഞ്ഞും ചരിഞ്ഞും തിരിഞ്ഞുമൊക്കെ ഉള്ള ഫോട്ടോസ് ഞാൻ ഏട്ടനെ കൊണ്ട് എടുപ്പിക്കുന്നുണ്ടായിരുന്നു. എത്ര ചാഞ്ഞും ചരിഞ്ഞും നിന്നും എടുത്തിട്ടും ഫോട്ടോ ശരിയായില്ലെങ്കിൽ വീണ്ടും വീണ്ടും എടുപ്പിച്ചാലും അത് ക്ഷമയോടെ എടുത്തു തരുന്ന ഒരു അടിപൊളി ക്വാളിറ്റി എൻ്റെ ഹസ്ബൻഡിനുണ്ടെന്ന് ഞാൻ ഇത്തിരി പ്രൗഡോടുകൂടെ തന്നെ പറയട്ടെ. രാവിലെ കഴിച്ച ഇഡലിയൊക്കെ എപ്പോഴേ ദഹിച്ചിട്ടുണ്ടായിരുന്നു. കുറേ നേരം കൊണ്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി എന്തായാലും സദ്യ കഴിക്കാം. എൻ്റെ വീടിൻ്റെയൊക്കെ അടുത്ത് പരിപ്പ് ഇലയിൽ ആദ്യം ഒഴിച്ച് അതിൻ്റെ പുറത്താണ് ചോറിടാറ്. ഇവിടെ നേരെ തിരിച്ച് ചോറിൻ്റെ പുറത്താണ് പരിപ്പിട്ടിട്ടുണ്ടായിരുന്നത്. പരിപ്പ് വരുമ്പോഴേ ഞാൻ ഏട്ടനോട് പറയും, നിങ്ങളുടെ നാട്ടിലെ പരിപ്പല്ല കേട്ടോ, ഇത് ഞങ്ങളുടെ നാട്ടിലെ പരിപ്പാണെന്നുള്ളത്. ഒരുപാട് കറികളും 2 കൂട്ടം പായസവും ബോളിയും അടങ്ങുന്ന ഒരു നല്ല സദ്യ തന്നെ ആയിരുന്നു ഇന്ന് കഴിച്ചത്. സദ്യയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും അങ്ങനെ അവരവരുടെ വഴിക്ക് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണ്. അമ്മയും അച്ഛൻ്റെ കൂടെ തന്നെ ബസ്സിൽ തിരിച്ചുപോയി. ഞാനും ഉണ്ണിച്ചേട്ടനും ഏട്ടനും ശ്രീയും ദീപക്കും അതുപോലെ നമ്മുടെ ഫോട്ടോഗ്രാഫർ ചേട്ടന്മാരും കൂടെ ആലപ്പുഴ കനാലിൻ്റെ സൈഡിലേക്ക് വന്നേക്കാണ് ഫോട്ടോസ് എടുക്കാനായിട്ട്. ഫോട്ടോസ് മാത്രമല്ല വീഡിയോസും കൂടെ എടുക്കാനായിട്ട്. ഫോട്ടോഗ്രാഫറിനെ കുറിച്ച് അവസാനം പറയാമെന്നാണ് വിചാരിച്ചിരുന്നത്. ദാ ഈ നിൽക്കുന്നതാണ് അഖിലേഷ് ചേട്ടൻ. ചേട്ടൻ്റെ വെഡ്ഡിങ് കമ്പനിയുടെ പേര് വെഡ്ഡിങ് മോങ് എന്നാണ്. ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മളെ ഒരുപാട് കംഫർട്ടബിൾ ആക്കിയിട്ട് ഒട്ടും ടെൻഷൻ അടുപ്പിക്കാതെ നല്ല രീതിയിൽ ഫോട്ടോസും വീഡിയോസും കവർ ചെയ്ത് തരാൻ ഒരു പ്രത്യേക കഴിവ് തന്നെയാണ് ചേട്ടനുള്ളത്. പ്രായഭേദമന്യേ ഇവരെ എല്ലാവർക്കും ഇഷ്ടമാകുന്നു എന്നുള്ളതാണ് ഇതിലെ മറ്റൊരു ഹൈലൈറ്റ്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ചേട്ടൻ്റെ എൻഗേജ്മെൻറ്റ് വന്നപ്പോഴും ഞാൻ ഇവരെ തന്നെ സജസ്റ്റ് ചെയ്തത്. വാട്ടർ വാട്ടർ എവരിവെയർ ബട്ട് നോട്ട് എ ഡ്രോപ്പ് ടു ഡ്രിങ്ക് എന്ന് കേട്ടിട്ടില്ലേ? ചുറ്റും നല്ല കനാലും വെള്ളവും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ വെള്ളം എടുത്ത് നമുക്ക് കോരി കുടിക്കാൻ പറ്റില്ലല്ലോ. സദ്യ കഴിച്ചതിന് ശേഷം നല്ലോണം ദാഹിക്കുന്നുണ്ട്. വണ്ടിയിലാണെങ്കിൽ കുപ്പിയിൽ വെള്ളവുമില്ല. പണിമുടക്കായതുകൊണ്ട് കട തുറക്കുമോന്നും അറിയില്ല. വെള്ളം കിട്ടുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് കനാലിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ചെറിയ കടയിൽ ഒരു പാളി ഡോർ ഇങ്ങനെ തുറന്നു വെച്ചേക്കുന്നത് ദീപക്കിൻ്റെ കണ്ണിൽപ്പെട്ടത്. അവൻ ഓടിപ്പോയിട്ട് 2 കുപ്പി മിനറൽ വാട്ടറും പിന്നെ 2 കുപ്പി ജ്യൂസും വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. ഒരു ദൈവദൂതനെ പോലെയാണ് ദീപക്കിന് എനിക്ക് അന്നേരം തോന്നിയത്. രാവിലെ മുതൽ തന്നെ ഈ ഫോട്ടോയ്ക്ക് വേണ്ടി ചിരിച്ചും പോസ് ചെയ്തിട്ടും ഉണ്ണിച്ചേട്ടനും ശ്രീയും നല്ലോണം ടയേർഡ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒന്നും ചെയ്തില്ലെങ്കിൽ കോൺഫിഡൻസ് ആ ഫേസിലോട്ട് നടന്നേ ചെയ്ത് ട്രെയിൻ നോക്കിയേ ഏകദേശം ഒരു 2:30 കഴിഞ്ഞപ്പോൾ നമ്മൾ കനാലിൻ്റെ ഭാഗത്തുനിന്ന് ഫോട്ടോഷൂട്ടൊക്കെ അവസാനിപ്പിച്ച് ശ്രീനെ നേരെ കൊണ്ടുപോയിട്ട് ഓഡിറ്റോറിയത്തിൽ അവിടെ ശ്രീയുടെ പാരൻസും ഫാമിലിയും ഒക്കെ കാത്തിരിപ്പുണ്ട്. അവിടെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. സോ ഇന്ന് ഈ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളുടെ കഥകളും വിശേഷങ്ങളും ഒന്നും അവസാനിക്കുന്നില്ല. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഓക്കെ, ബായ്.